മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ബീന ആന്റണി. വർഷങ്ങളായി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് മുടങ്ങാതെ എത്തുന്ന ബീന ആന്റണിക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ഹൃദയം നോവിക്കുന്ന അനുഭവമാണ് നടി നേരിട്ടെത്തി വീഡിയോയായി പങ്കുവച്ചത്. കുറച്ചു കാലം മുമ്പാണ് ബീന ആന്റണി ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയത്. ഇപ്പോൾ നിരവധി പേർ ചെയ്തുവരുന്ന ഓൺലൈൻ വസ്ത്രവ്യാപാരമായിരുന്നു ബീന ആന്റണിയും ചെയ്തിരുന്നത്. ഷൂട്ടിങ്ങിനിടയിൽ നിന്നും കിട്ടുന്ന ഇടവേളകളിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്ന വസ്ത്രങ്ങളുടെ മോഡലായി ബീന ആന്റണി തന്നെ എത്തുകയും അതിവേഗം വസ്ത്രങ്ങളെല്ലാം വിറ്റുപോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിപ്പോകുന്ന നടി ഷെഡ്യൂൾ പൂർത്തിയാക്കി തിരിച്ചു വന്നായിരിക്കും അടുത്ത സെയിൽ നടത്തുക. അങ്ങനെയാണ് കുറച്ചു കാലമായി പ്രൊഡക്റ്റുകൾ കിട്ടാതിരുന്നതിനെ തുടർന്ന് ബിസിനസ് നടക്കാതിരുന്നത്. തുടർന്ന് ബോംബെയിൽ പോയി നല്ല തുണിത്തരങ്ങൾ നേരിട്ട് കൊണ്ടുവരികയും പരസ്യം ചെയ്ത് വിൽക്കുകയുമായിരുന്നു. അങ്ങനെ വിറ്റ പ്രൊഡക്റ്റുകൾക്ക് നല്ല അഭിപ്രായവും ലഭിച്ചു. അപ്പോഴാണ് ഒരു കസ്റ്റമർ 2 സെറ്റ് ഡ്രസ് ഓർഡർ ചെയ്തിരുന്നത്. അത് അയക്കുകയും ചെയ്തു. എന്നാൽ അവർ ഓർഡർ ചെയ്തത് XL സൈസ് ആണെങ്കിലും ബീന അയച്ചത് XXL ആയിരുന്നു. കാരണം തൻ്റെ പാകമായ XXL ഇട്ടപ്പോൾ ബീനയ്ക്കത് ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് XXL അവർക്ക് പാകമായിരിക്കുമല്ലോ എന്ന് കരുതി അത് അയച്ചത്. എന്നാൽ ഡ്രസ് കിട്ടിയതിന് പിന്നാലെ അവർ അത് വലുതാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും തിരിച്ചയക്കാൻ ബീന ആവശ്യപ്പെടുകയും കയ്യിലുണ്ടായിരുന്ന XL സൈസ് അയച്ചു തരാമെന്ന് പറയുകയും ബീന അയക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബീന അവർക്ക് വസ്ത്രങ്ങൾ അയച്ചു നൽകിയത്. തുടർന്ന് ബീന ഷൂട്ടിങ്ങിന് പോവുകയും ചെയ്തു. തുടർന്ന് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായി മാത്രം നീക്കിവച്ചിരുന്ന മൊബൈൽ ഫോൺ വീണ്ടും നോക്കുന്നത്. അപ്പോഴാണ് ആ സ്ത്രീയുടെ നീണ്ട മെസ്സേജുകൾ കണ്ടത്. നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണോ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് കോട്ടയം പൂവന്തുരുത്തിലുള്ള മിനി സാജൻ എന്ന ആ സ്ത്രീയുടെ നിരവധി മെസ്സേജുകളാണ് കണ്ടത്. നിങ്ങൾ എന്താ എൻ്റെ പണം അയക്കാത്തത്? ഇങ്ങനെയാണോ നിങ്ങൾ കാശുണ്ടാക്കി കുടുംബം നോക്കുന്നത് എന്നൊക്കെയാണ് ആ സ്ത്രീ മെസ്സേജുകൾ അയച്ചത്. തൻ്റെ മക്കളെല്ലാം വിദേശത്താണെന്നും താൻ സിംഗപ്പൂരാണെന്നും അവിടെ നിന്നാണ് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നതുമെല്ലാം ആ മെസ്സേജുകളിൽ പറയുന്നുണ്ട്. നിങ്ങളെപ്പോലൊരു ദരിദ്രവാസിയായ സ്ത്രീയല്ല താനെന്നും അടക്കം ആ സ്ത്രീ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നടിയെയും കുടുംബത്തെയും ചീത്ത വിളിച്ചുള്ള ആ മെസ്സേജുകൾ കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ബീന. തന്നെയും കുടുംബത്തെയും ചീത്ത വിളിച്ചുള്ള ആ മെസ്സേജുകൾ കണ്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ബീന. ഇത് മുഴുവൻ വായിക്കും മുന്നേ തന്നെ അവരുടെ ക്യാഷ് അടക്കം തിരിച്ചിടുകയും ചെയ്തു. അതിനുശേഷമാണ് ബാക്കി മെസ്സേജുകൾ ബീന വായിച്ചത്. ഞാനൊന്ന് ഫോൺ നോക്കാൻ വൈകിയപ്പോഴേക്കുമാണ് എൻ്റെ കുടുംബത്തെ അടക്കം ചീത്ത വിളിച്ച് മിനി എന്ന് പറയുന്ന ഈ സ്ത്രീ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടായാൽ എൻ്റെ കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടി പറയുകയാണ് എന്ന് പറഞ്ഞാണ് ബീന സംസാരം തുടർന്നത്. എൻ്റെ ശരിക്കുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിനയമാണ്. അതിനിടെ കുടുംബകാര്യങ്ങളുണ്ട്. അതിനിടയിലൂടെ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നിങ്ങളെ പറ്റിച്ച് ഞാൻ എവിടേക്കും പോകില്ല എന്നും എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ ഞാൻ ഉണ്ടാകുമെന്നും അതെത്ര രൂപയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നും ആരെയും പറ്റിക്കില്ല എന്നും ബീന ആന്റണി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.